ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കിഡ്സ് ക്യാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വലിയ സ്നേഹത്തോടെ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇമ്മാക്കുലേഡ, ജയക്കി, പിന്നെ ഞാൻ. പ്രിയപ്പെട്ടവരെ, നാളെ ഓശാന ഞായറാണ്. അതുകൊണ്ട് ഈ എപ്പിസോഡ് ഓശാന ഞായറുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. അതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാവേ. പ്രാർത്ഥിക്കാം അല്ലേ? പരിശുദ്ധാത്മാവേ വരണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അവിടുത്തെ ഇഷ്ടമളവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത ഞങ്ങളിലേക്ക് വരണമേ. വന്നു വസിക്കണമേ. ഞങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുവരണമേ. കർത്താവായ ഈശോയെ വേഗം വരണമേ. ഈശോയെ സ്നേഹമാക്കി മാറ്റണമേ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പറഞ്ഞതുപോലെ നാളെ ഓശാന ഞായർ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓശാന ഞായറോടുകൂടി നമ്മൾ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവം നമുക്ക് വേണ്ടി വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത ഒരാഴ്ച. എന്തൊക്കെയാണ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തത്? ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഈശോ നമുക്ക് വേണ്ടി എന്നാണ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്? ഏത് ദിവസമാണ്? പെസഹ വ്യാഴാഴ്ച. അതിനുശേഷം ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. അത് ഏത് ദിവസമാണ്? ദുഃഖ വെള്ളിയാഴ്ച. പിന്നെ അവസാനം ഈശോ ഞായറാഴ്ച നമുക്ക് വേണ്ടി ഉദ്ധാനം ചെയ്തു. അപ്പോൾ അത് ഈ നമ്മൾ ഈ ഓശാന ഞായർ മുതൽ ഈ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണ്, ധ്യാനിക്കുന്ന വലിയ ദൈവകൃപയുടെ ദിവസങ്ങളാണ്. ഒന്നാമത്തേതാണ് ഓശാന ഞായർ. പ്രിയപ്പെട്ട കൂട്ടുകാർ, നമുക്ക് ഓശാന ഞായറിനെ കുറിച്ചുള്ള വിശുദ്ധ ബൈബിളിലെ വചനഭാഗം ഒന്ന് വായിച്ച് കേട്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ആരാ വായിക്കുന്നത്? മക്കൾ വായിക്കും അല്ലേ? ജോയിന് എടുത്ത് തരും. ഉറക്കെ വായിച്ചോണേ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 1 തൊട്ടുള്ള വാക്യങ്ങൾ. ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശനം. അവർ ജെറുസലേമിനെ സമീപിക്കുകയായിരുന്നു. ഒലിവ് മലയ്ക്ക് സമീപമുള്ള ബെത്ഫഗേ, ബെഥാനിയ എന്നീ സ്ഥലങ്ങൾക്കിടയപ്പോൾ അവൻ രണ്ട് ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ. അതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരും. നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്, ഉടനെ തിരികെ എന്നതാണ് എന്ന് പറയുക. അവർ പോയി തെരുവിൽ ഒരു പടിവാതിക്ക് ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു. അവർ അതിനെ അഴിക്കുമ്പോൾ അവിടെ നിന്നിരുന്നവർ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത്? യേശു പറഞ്ഞതുപോലെ ശിഷ്യന്മാർ മറുപടി പറഞ്ഞു. അതിനെ കൊണ്ടുപോകാൻ അവർ അനുവദിച്ചു. അവർ കഴുതക്കുട്ടിയെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു. അതിന്റെ പുറത്ത് തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. വളരെ പേർ തെരുവീതിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റുള്ളവർ വയലിൽ നിന്ന് പച്ചയിലയ്ക്ക കൊമ്പുകൾ മുറിച്ച് നിരത്തി. അവന്റെ മുമ്പിലും പിമ്പിലും നടന്നിരുന്നവർ വിളിച്ചു പറഞ്ഞു, ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. നമ്മുടെ പിതാവായ ദാവീദിന്റെ സമാഗാതമാവുന്ന രാജ്യം അനുഗ്രഹീതം. ഉന്നതങ്ങളിൽ ഹോസാന. അവൻ ജെറുസലേമിൽ പ്രവേശിച്ച് ദേവാലയത്തിനുള്ളിലേക്ക് പോയി. ചുറ്റും നോക്കി എല്ലാം കണ്ട ശേഷം നേരം വൈകിയിരുന്നതിന് 12 പേരും കൂടെ ബെഥാനിയയിലേക്ക് പോയി. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. നമ്മുടെ ഇമ്മാക്കുലേഡ ഇംഗ്ലീഷ് മീഡിയമാണ്. മലയാളമൊക്കെ നിങ്ങൾ നന്നായിട്ട് വായിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഇമ്മാക്കുലേഡ വായിട്ട് വിശുദ്ധ ബൈബിൾ അല്ലെങ്കിൽ വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റിൻ്റെ ആത്മകഥയും വായിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഈ വചനഭാഗത്താണ് ഓശാനയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഓശാന ഞായറിനെ കുറിച്ചുള്ള ആ പ്രതിപാദനം നമ്മൾ മനസ്സിലാക്കുന്നത്. ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങളെ രക്ഷിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാവുന്നതുപോലെ, നിങ്ങൾക്കറിയാമായിരിക്കും, ഈശോ ഭൂമിയിലേക്ക് വന്ന് പിറക്കുന്ന അല്ലെങ്കിൽ ഈശോ ഇപ്രകാരം പരസ്യജീവിതം ആരംഭിക്കുന്ന സമയത്തൊക്കെ ഇസ്രായേൽക്കാർ റോമാക്കാരുടെ കീഴിലാണ്, അടിമകളെ പോലെയാണ്. അപ്പം ഞങ്ങളെ അതുപോലെ അതുപോലെ പൂർണ്ണമായിട്ടല്ല, ഏതാണ്ട് അതുപോലെ ഒരു അടിമത്തത്തിലായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ ഈ ഇസ്രായേൽക്കാർ അല്ലെ യഹൂദര് ഒരു രക്ഷകനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അവർ ഉദ്ദേശിക്കുന്ന രക്ഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാവീദിനെ പോലെ ഒരു രാജാവായിരിക്കും, വാളും കൊണ്ടൊക്കെ വന്ന് അങ്ങനെ രക്ഷിക്കുന്ന ഒരു രക്ഷകനെയാണ് അവർ ഓർത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈശോ വന്നപ്പോൾ അവർക്ക് മനസ്സിലാകാതിരുന്നത്. പക്ഷേ ഈശോ
എങ്ങനെ രക്ഷിക്കുന്ന രക്ഷകൻ ഇങ്ങനെയായിരുന്നു നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാ ഈശ്വരൻ അവർ തെറ്റിദ്ധരിച്ചു. ഈശോ വാസ്തവത്തിൽ എങ്ങനെയുള്ള രക്ഷകനായിരുന്നു? സ്നേഹമുള്ളത്. അല്ല, ഈശോ എന്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാ വന്നേ? നമ്മളെ ഈശോ പാപത്തിൽ രക്ഷിക്കാൻ വേണ്ടിയാ വന്നത്. പക്ഷെ അറിയാതെ പോലും അവരുടെ വായിൽ എന്തുവാക്കാ വന്നത്? ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങൾ രക്ഷിക്കും. അപ്പൊ അറിയാതെ പോലും, പക്ഷെ അവരുദ്ദേശിച്ചത് ഒരു ഭൗതികമായ രക്ഷയാണെങ്കിലും അറിയാതെ വായിൽ നിന്ന് വന്ന വാക്ക് ശരിയായുള്ള വാക്കായിരുന്നു. എന്താണ്? ഞങ്ങൾ രക്ഷിക്കണം. അതിന് രക്ഷിക്കാൻ വേണ്ടി പറ്റുന്ന ഒരേ ഒരാളെ ഉള്ളൂ, ഒരാളത് ഈശോയാണ്. അപ്പൊ അതിന്റെ ആ ഓർമ്മ തിരുനാളാണ് നമ്മൾ നാളെ ആഘോഷിക്കുന്ന ഓശാന ഞായർ. നമുക്ക് ആ ജനക്കൂട്ടം ഈശോയോട് വിളിച്ചു പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ കാര്യം മനസ്സിലായി. ഈശോയെ രക്ഷിക്കണമേ എന്ന് പറയേണ്ടത് എങ്ങനെയാണ്? ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളെ രക്ഷിക്കണം. നാളെ ഓശാന ഞായറിൽ നമ്മളെല്ലാവരും ഓശാന പാടും. അപ്പോൾ നമ്മൾ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെയാണ് ഉള്ളിൽ മനസ്സിലാക്കി പാടേണ്ടത്: ഈശോയെ, ഞങ്ങളായിരിക്കുന്ന പാപങ്ങൾ ഞങ്ങൾ രക്ഷിക്കണമേ, ഹോസാന ഹോസാന. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഓശാന ഞായറിന് വേണ്ടി ഇമ്മാക്കുരുടെയും ജോയക്കിൻ്റെയും ഒരു പാട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓശാന ഞായറിന് ദിവസം അതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ ഇന്ന് ഇത് വീഡിയോ തയ്യാറാക്കുമ്പോൾ ഈ പാട്ടാണ് ഒരു സമ്മാനമായിട്ട് കൂട്ടുകാർക്ക് ഇമ്മാക്കുരുടെയും ജോയക്കിനും തരുന്നത്. അവരെഴുതിയ പാട്ടാണ്. അവർ തന്നെ വിശുദ്ധ ബൈബിളിൽ നിന്നും കുർബാന പുസ്തകത്തിൽ നിന്നൊക്കെ ശേഖരിച്ച് അവർ തന്നെ ട്യൂൺ ചെയ്ത പാട്ടാണ്. നല്ല പാട്ടാണ്. നമുക്കത് അവർ തന്നെ പാടിക്കേൽപ്പിച്ചത്. എന്നാൽ പാടാവും. രണ്ടുപേരുടെയും കയ്യിൽ കുരുത്തോലയുണ്ട്. കഴിഞ്ഞ വർഷത്തെ അല്ലേ? കഴിഞ്ഞ വർഷം വെഞ്ചരിച്ച് കിട്ടിയ കുരുത്തോലയാണ്. ഓശാനയൊക്കെ ആയിരിക്കുന്നതുകൊണ്ട് കുരുത്തോലയൊക്കെ ഉണ്ടാണ് നമ്മൾ ഇന്നലെ വിശുദ്ധന്മാർ എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ കുരുത്തോലയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം രണ്ടുപേരും കൂടെ ഇതാ ഓശാനയുടെ പാട്ട് പാടാൻ വേണ്ടി പോവുകയാണ്. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും തന്നെ ഉന്നത വീതിയിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും തന്നെ ഉന്നത വീതിയിൽ ഹോസാന, ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. മണ്ണും വെണ്ണും നിറയുന്നു മന്നവനവരുടെ മഹിമകളാൽ ഉന്നത വീതിയിൽ ഹോസാന, ഹോസാന ഹോസാന. മണ്ണും വെണ്ണും നിറയുന്നു മന്നവനവരുടെ മഹിമകളാൽ ഉന്നത വീതിയിൽ ഹോസാന, ഹോസാന ഹോസാന. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഹല്ലേലൂയ, ഹോസാന. പ്രിയപ്പെട്ടവരെ, ഇന്നലെ രാത്രിയിൽ ഇമ്മാക്കുരുടെയും ജോയക്കിനും ഏറെ സമയമെടുത്ത് ഒത്തിരി പ്രാർത്ഥിച്ച്. കാരണം ഇവർ രണ്ടുപേരും ഞങ്ങളുടെ അടുത്ത് വന്നു. എൻ്റെയും സുബിയുടെ വരിയുടെ അടുത്ത് വന്ന് ഞങ്ങളുടെ തലയൊക്കെ കുമ്പിട്ട് നിന്ന് ഞങ്ങൾക്ക് വേണ്ടി തലയിൽ വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും പ്രാർത്ഥിച്ച് ഒരുങ്ങി എഴുതിയ ഒരു പാട്ടാണ്. നല്ല അഭിഷേകമുള്ള പാട്ടല്ലേ? എനിക്ക് ശക്തമായിട്ട് ഫീൽ ചെയ്തു. അപ്പം നിങ്ങൾക്ക് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ, നിങ്ങൾക്ക് പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിലേ. ഓക്കെ, അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് വരുന്ന ആഴ്ച ഈസ്റ്റർ ആണല്ലോ. ഈസ്റ്ററിന് മുമ്പുള്ള ശനിയാഴ്ചയാണ്. അന്ന് പ്രത്യേകിച്ച് ഒരു എപ്പിസോഡ് ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. ഒരു നല്ലൊരു എപ്പിസോഡായിരിക്കും. സഹായ വരുവാണ്. അപ്പം നമുക്ക് പതിവ് പോലെ പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം അല്ലേ? എല്ലാ ശനിയാഴ്ച അല്ലേ ചെയ്യുന്നത്? ശനിയാഴ്ച മതി. കൃത്യം ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല. 20 അല്ലേ? ഓക്കെ, ഞാൻ പ്രാർത്ഥിക്കാവേ. നമുക്ക് കാര്യങ്ങളൊക്കെ കുത്തി കർത്താവായ ഈശോയെ, മറ്റൊരു ഓശാന ഞായർ കൂടി കടന്നു വരികയാണല്ലോ. കർത്താവെ, വളരെ വിനീതനായി ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് അങ്ങ് കടന്നു വന്ന ജനക്കൂട്ടം ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ആർത്തിരമ്പിയ ആ ദിനത്തിൻ്റെ ഓർമ്മകളിലേക്ക്, അങ്ങയുടെ പീഡാനുഭവങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നതിന് ഏറ്റവും അടുത്ത ദിവസങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളെ പ്രിയപ്പെട്ട ഈശോയെ, അന്ന് ജനക്കൂട്ടം അറിയാതെ പാടിയ ആ ഹോസാന ഞങ്ങൾ ഹൃദയത്തിൽ നിന്ന് ബോധ്യപൂർവ്വം പാടുന്നു.
ഹോസാന. കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, കുടുംബങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ പ്രിയപ്പെട്ട കൂട്ടുകാരെയും അവർ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, അവരായിരിക്കുന്ന ആത്മീയ ഭൗതികമായ എല്ലാവിധ കുറവുകളിൽ നിന്നും ബലഹീനതയിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും അങ്ങ് രക്ഷിക്കണമേ. സമഗ്രമായ രക്ഷയിലേക്ക് എല്ലാവരെയും നയിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഹോസാന.